എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളിൽ നിന്നും എന്താണ് മറച്ചു വെക്കുന്നത് എന്ന് കൃത്യമായി അറിയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ പൈൽ, ഈ ചിഹ്നം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ് നോക്കാം. ആ വ്യക്തി എന്താണ് മറച്ചു വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മറച്ചു വെക്കലും വഞ്ചനയും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ എന്തോ ഒന്ന് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പറയാതെ മാറ്റിവെക്കുന്നു. ഒരുപക്ഷെ ആ വ്യക്തി മറ്റൊരാളാൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ വ്യക്തി അത് മറച്ചു വെക്കുന്നിടത്തോളം കാലം ആ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയെ അതിലെ കാര്യത്തിൽ ഉപദേശിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയെ കൊണ്ട് മറ്റാരോ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. അത് ആ വ്യക്തിയെയും നിങ്ങളെയും ഒരുപോലെ വഞ്ചിക്കാൻ വേണ്ടി ഏതോ ഒരു തേർഡ് പാർട്ടി ചെയ്യുന്നതാണ്. അതിൻ്റെ പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട്, ചില രഹസ്യങ്ങൾ വർത്തിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ ആശയക്കുഴപ്പമുണ്ട്. ഇതിൻ്റെ രണ്ടാം നിരയിൽ, ഈ ചിഹ്നത്തിൻ്റെ രണ്ടാം നിരയിൽ നമുക്കത് കാണാം. ആശയക്കുഴപ്പവും അവ്യക്തതയും ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയെ സംശയിക്കാൻ ഉതകുന്ന ചില കാരണങ്ങൾ ഉണ്ടാകുന്നു. കാരണം ആ വ്യക്തി പറയുന്നതിൽ ചിലതെല്ലാം മറച്ചു വെക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെടുമ്പോൾ കൃത്യമായിട്ട് ആ മറച്ചു വെക്കലുകളിലൂടെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കും മനസ്സിലാവും. ഇപ്പോൾ ഈ വ്യക്തിയുടെ വിശ്വസ്തത നഷ്ടപ്പെടുത്തിയ അവസ്ഥയിലാണുള്ളത്. നിങ്ങളുടെ ഇടയിൽ ആ വ്യക്തിക്ക് ഈ രഹസ്യങ്ങളിങ്ങനെ മറച്ചു വെക്കുന്നത് മൂലം നിങ്ങളത് കണ്ടുപിടിക്കുന്നതോടുകൂടി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ചില കാര്യങ്ങൾ വിലങ്ങുതടികളുണ്ടാകുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തി മാറുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ മുൻപിൽ നിഷ്കളങ്കത്വം നടിക്കുന്നുണ്ടെങ്കിലും അഗാധമായ ചില രഹസ്യങ്ങൾ ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിരാശയും നഷ്ടബോധവും ഉണ്ട്. അനിശ്ചിതമായി സത്യങ്ങൾ പറയാതിരിക്കുന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ദുഃഖമായിട്ട് മാറുന്നുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പല കാര്യങ്ങളും ആ വ്യക്തി മറച്ചു വെക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ ഉള്ളിൽ വേദന ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ പോലും ഈ മറച്ചു വെക്കലുകൾ ബാധിക്കുന്നുണ്ട്. സത്യത്തിൽ അനാവശ്യമായിട്ടാണ് ആ വ്യക്തി മറച്ചു വെക്കുന്നത്. ആ വ്യക്തിയുടെ മിഥ്യാധാരണകൾ മൂലമാണ് മറച്ചു വെക്കുന്നത്. നിങ്ങളോട് അത് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആ വ്യക്തിയുടെ മിഥ്യാധാരണയാണ്. ആ ധാരണ മാറും. നിങ്ങൾ ആ വ്യക്തിയോട് കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചറിയുകയും ആ വ്യക്തിയോട് സ്നേഹം കാണിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ആ വിവരങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. അടുത്തതായിട്ട് ഈ ചിഹ്നം പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് പറയുന്നത്. അവർ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം നോക്കുന്നത്. നിങ്ങളിൽ നിന്നെല്ലാം അറിയുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒന്നും അറിയിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ആ വ്യക്തിയോട് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും ആ വ്യക്തി നിങ്ങളോട് കൃത്യമായി കാര്യങ്ങൾ പറയുന്നില്ല. പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത രീതിയിലാണ് ആ വ്യക്തി പറയാൻ ശ്രമിക്കുന്നത്. ആശയക്കുഴപ്പങ്ങളും പറയണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷനുകളും ആ വ്യക്തിയിൽ മിന്നിമറയുന്നു. ആ വ്യക്തി ഇപ്പോഴും വ്യക്തമായ കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത പല വാസ്തവങ്ങളും അക്കാര്യത്തിലുണ്ട്. നിങ്ങളെ അത് അറിയിക്കാതിരിക്കുന്നത് മറ്റാരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ആ വ്യക്തി തലയും വാലുമില്ലാതെയാണ് പലതും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അക്കാര്യത്തിൽ മനോവിഷമം ഉണ്ടായിട്ടുണ്ട്. ഇനിയും കാത്തിരിക്കലും ഒരു പുതിയ കാഴ്ചപ്പാടിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. സത്യം ഉടനെ ആ വ്യക്തി പറയും, നിങ്ങൾ അത് കേൾക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. കൃത്യമായി ഇപ്പോൾ മറച്ചു വെക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദം കൊണ്ടോ ആയിരിക്കാനാണ് സാധ്യത. ചുറ്റുവളയപ്പെട്ട ഒരാകൃതി പോലെ തന്നെ ആ വ്യക്തിയുടെ ജീവിതവും ചുറ്റിവളയ്ക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യവും നേരെ പറയാതെ വളഞ്ഞു തിരിഞ്ഞ് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആ വ്യക്തി ഇരിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളോട് തുറന്നു പറയുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും നേരെയാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴും ആ വ്യക്തി ആ ചുറ്റി വളക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, പലതും പറയാതിരിക്കുന്നു. ഒന്നുകിൽ ആരെങ്കിലും ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കടയും തലയും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയാണ്.
ഈ ഈ വ്യക്തി ഇപ്പോഴും അവ്യക്തമായ നിലപാടാണ് ഓരോ കാര്യത്തിലും എടുക്കുന്നത്. അവരുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ രഹസ്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഇതാണ് ഇവിടെ സൂചിക്കുന്നത്. ക്ഷമയോടെയും ധീരതയുള്ള നിങ്ങളുടെ ഇടപെടലുകൾ കൃത്യമായി ആ വ്യക്തിയെയും നിങ്ങളെയും ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സത്യങ്ങൾ ഉടൻ നിങ്ങൾക്ക് അറിയാൻ കഴിയും. സത്യങ്ങൾ പുറത്തു വരുമ്പോൾ വികാരപരമായ പല അനുഭവങ്ങളും ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടേ അത് ഭവിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ ഏറ്റവും നേർരേഖയിലുള്ള ജീവിതമാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശക്തി നിങ്ങളെ വേദനിപ്പിക്കില്ല. കൂടുതലും പ്രതീക്ഷയും പോസിറ്റീവായിട്ടുള്ള രഹസ്യങ്ങളാണ് നിങ്ങൾ അറിയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തിരി സമയമെടുത്താലും അവ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായതും നിങ്ങളെ ഏറ്റവും പിന്തുണയ്ക്കുന്നതുമാണ്. വളഞ്ഞ് നടന്ന് കാര്യങ്ങൾ പറയുന്ന, നേരക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ് നിർഭാഗ്യവശാൽ നിങ്ങളുടെ വ്യക്തി. അതിൻ്റേതായ ദൂഷ്യങ്ങളും ചുറ്റലുകളും ഉണ്ടാവുമെങ്കിലും അറിയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അറിയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിൽ ദുഃഖം വേണ്ട. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.